വാക്സ് സ്പ്രേ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ബേബി ഹെയർസ് ഒതുങ്ങിക്കിടക്കുകയും ചെയ്യും. നമ്മളുടെ ഡെക്കറേറ്റ് ചെയ്ത മുടി ഒരു കേടുപാടും ഉണ്ടാവാതെ മണിക്കൂറുകളോളം ഇരിക്കുകയും ചെയ്യും. ഹായ് ഇറ പീപ്പിൾ, ഇന്ന് നമ്മൾ ഒരു മേക്ക് ഓവറിൻ്റെ ഹെയർ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതിലുള്ള ബേബി ഹെയറിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമ്മളൊരു മേക്ക് ഓവറിൻ്റെ ഹെയർ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ബേബി ഹെയർ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നോ, നല്ല ബ്രാൻഡുള്ള ഒരു വാക്സ് സ്പ്രേ വാങ്ങി യൂസ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഇതുവരെ ചെയ്ത പോലെ ജെൽ വാക്സ് വാങ്ങി നമ്മൾ ഫിംഗർ കൊണ്ടോ ബ്രഷ് കൊണ്ടോ വാക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബീഡിങ് ചെയ്ത ഹെയർ അല്ലെങ്കിൽ ക്രിമ്പിങ് ചെയ്ത ഹെയർ, പഫിങ് ചെയ്ത ഹെയർ പൊക്കി വെച്ചത് താഴ്ന്നു പോവാൻ, സ്ട്രെയിറ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ജെൽ സ്പ്രേ ഉപയോഗിക്കുകയാണെങ്കിൽ, വാക്സ് സ്പ്രേ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ബേബി ഹെയർസ് ഒതുങ്ങിക്കിടക്കുകയും ചെയ്യും. നമ്മളുടെ ഡെക്കറേറ്റ് ചെയ്ത മുടി ഒരു കേടുപാടും ഉണ്ടാവാതെ മണിക്കൂറുകളോളം ഇരിക്കുകയും ചെയ്യും.